ഹലോ എവ്രി വൺ, കോഡിംഗ് ഹൈവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് നമ്മൾ എങ്ങനെയാണ് ഡേറ്റനെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു അല്ലേ. അതെങ്ങനെ നമ്മുടെ ലൈഫിനെ ഈസി ആക്കുന്നു അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അണ്ടർസ്റ്റാൻഡ് ആക്കി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഡേറ്റ സ്ട്രക്ചറിനെ ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അഗെയിൻ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറീസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കും, അതിനുള്ള എക്സാമ്പിൾസും നോക്കും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോണേ. ഓക്കെ, സോ നമ്മൾ ഇനി അണ്ടർസ്റ്റാൻഡ് ആക്കാൻ പോകുന്നത് എന്താണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, എന്താണ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്നുള്ളതാണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റയെ അറേഞ്ച് ചെയ്യുന്ന ഒരു ലൈൻ പോലെ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ലൈൻ പോലെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഓരോ എലമെന്റും അടുത്ത എലമെന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സണ് ഫസ്റ്റ് കൊടുക്കും ടിക്കറ്റ് അല്ലേ. ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് ഫസ്റ്റ് കൊടുക്കും, അടുത്ത നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ചെയിൻ പോലെ, മീൻസ് 1 by 1 ആയിട്ടായിരിക്കും ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നത്, ഇതിൻ്റെ ലൈൻ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ലീനിയർ ഡേറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ട്രെയിനിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ നമുക്കറിയാം, ട്രെയിനിൽ കുറേ കോച്ചസ് ഉണ്ടാവും, അതിങ്ങനെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ കോച്ചും അടുത്ത കോച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഓഫ് കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ഇൻ കമ്പ്യൂട്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അറേസ് ഉണ്ട്, ക്യൂ ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഈ പേരൊന്നും കേട്ടിട്ട് പേടിക്കണ്ട, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് എന്താണ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ നോക്കാം. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനേ അല്ല. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ബ്രാഞ്ചസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളൊരു ട്രീ സ്ട്രക്ചർ, ട്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാമിലി ട്രീ ഉണ്ടല്ലോ. സോ ഫാമിലി ട്രീ നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മീൻസ് ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ടീച്ചേഴ്സ് തരുന്നുണ്ടായിരുന്നു. അതായത് പാരന്റിന്റെ ഫോട്ടോ, മീൻസ് ഡാഡിന്റെ മമ്മീന്റെ ഫോട്ടോ, പിന്നെ കുട്ടികളുടെ ഫോട്ടോ, പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ, വേണമെങ്കിൽ ഗ്രാൻഡ് പാരന്റിന്റെ ഫോട്ടോ, അങ്ങനെ നമ്മൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ടീച്ചറെ കൊണ്ട് കാണിച്ച് ടീച്ചർ നമുക്ക് സ്റ്റാർ ഒക്കെ തന്നിട്ടുണ്ടാവും. ഫാമിലി ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഈ കണക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹൈറാർക്കി പോലെയാണ്. ഇപ്പൊ നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചവർക്ക് അറിയായിരിക്കും, നമ്മൾ ഇൻഹെറിറ്റൻസിൽ കുറെ ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. മൾട്ടി ലെവല്, മൾട്ടിപ്പിൾ, ഹൈറാർക്കി, ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഇവിടെയൊക്കെ അതൊക്കെ ഒരു ട്രീ സ്ട്രക്ചർ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി വേറൊരു ടൈപ്പാന്ന് വെച്ചാൽ ഇത് ട്രീ ആണ്. നോൺ ലീനിയറിന് ഒരു എക്സാമ്പിൾ ആണ് ട്രീ. ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റോഡ് മാപ്പിന്റെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അതായത് റോഡ് കണക്ട് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ ഓരോ ലൊക്കേഷൻസ് കണക്ട് ചെയ്ത് വളരെ എളുപ്പമുള്ള ഷോർട്ട് ആയിട്ടുള്ള വഴി കണ്ടുപിടിക്കും അല്ലേ. സോ ട്രീയും ഗ്രാഫും ഒക്കെ നമ്മുടെ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, നോൺ ലീനിയർ എന്താണെന്ന് പഠിച്ചു. ലീനിയറിന് എക്സാമ്പിൾ ആണ് ഈ അരയും ക്യൂവും സ്റ്റാക്കും ലിങ്ക്ഡ് ലിസ്റ്റും. നോൺ ലീനിയറിനാണ് ട്രീയും ഗ്രാഫും എന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് സബ് കാറ്റഗറി കണ്ടോ. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ മീൻ ചെയ്യണത് ഒരു ഫിക്സ്ഡ് സൈസ് ആണ്. എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ചേഞ്ച് ഒന്നും വരത്തില്ല, ചേഞ്ച് ഒന്നും അഫക്ട് ചെയ്തില്ല. സ്റ്റാറ്റിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഹാസ് എ ഫിക്സ്ഡ് സൈസ്, ഒരു ഫിക്സ്ഡ് സൈസ് ഉണ്ടാവും. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി ഒരു ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പിന്നീട് അതിലോട്ട് അതിന്റെ സൈസിനെ ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഡേറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഒരു റോ ഓഫ് ലോക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈച്ച് ലോക്കറിന് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ് കാണും. അപ്പോൾ ഈ ലോക്കറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൂടുതൽ ഐറ്റം ഇതിൽ സ്റ്റോർ ആണെങ്കിൽ പക്ഷെ അതിൽ സ്പേസ് ഉണ്ടാവത്തില്ല. അത് ഓൾറെഡി ഒരു ഫിക്സ്ഡ് സൈസ് ഉണ്ടാവും. ആ ലോക്കറിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ അതിൽ വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഓൾറെഡി ഡിസൈൻഡ് ആണ്. പിന്നെ അതിലോട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറയാം. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അതാണ് അറേസ് എന്ന് പറയുന്നത്. അപ്പൊ അറേസിലും എന്താണെന്ന് വെച്ചാൽ ഡേറ്റന് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പോൾ ഞാൻ ഒരു അറേ എൻ്റെ ഉണ്ട്, അതിൽ 10 എലമെന്റ് സ്റ്റോർ ചെയ്യാനാണ് ഞാൻ ചെയ്തേക്കുന്നതെങ്കിൽ അതിൽ 10 എലമെന്റ് മാക്സിമം പറ്റത്തുള്ളൂ.
ഫോർ എക്സാമ്പിൾ ഞാൻ 5 സ്റ്റോർ ആണെങ്കിൽ 5 സ്പേസ് വെറുതെ കിടക്കും, യൂസ് ഇല്ലാതെ പോകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഡൈനാമിക് ആണ്. ഡൈനാമിക് മീൻസ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അത് അപ്ഡേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഗ്രോ ഓർ ഷ്രിങ്ക് എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഇത് നമുക്ക് തരുന്ന മെയിൻ തിങ് നമുക്ക് പറയാം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ ആൽബം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ആക്കാം, വേണമെങ്കിൽ റിമൂവ് ആക്കാം. അപ്പൊ നമുക്ക് അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇനി കമ്പ്യൂട്ടറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്യൂ, സ്റ്റാക്ക്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതൊക്കെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒന്ന് ജസ്റ്റ് പറയാം. നമ്മൾ ഇതിന്റെ ഡീപ്പർ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇൻഡിവിജ്വൽ ഓരോ ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് പിന്നെ നമ്മൾ അതിന്റെ കോഡിങ്ങും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അറേ ഞാൻ പറഞ്ഞു, അറേ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്, പിന്നെ ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. അറേയിൽ എന്ന് വെച്ചാൽ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് കണ്ടിന്യൂസ് മെമ്മറി ബ്ലോക്ക് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ആകുന്നത്. 1 by 1 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫിക്സ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് കൊണ്ടുവരുന്ന കാർട്ടൺ എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിൽ ഈച്ച് സ്ലോട്ടിലും ഒരു എഗ്ഗ് ഉണ്ടാവും. സോ നമുക്ക് ഓരോ എഗ്ഗും ഓരോ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ അരേക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ അരേന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് സൈസ് ആണ്. നമുക്ക് ഒരു ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് ആ ടേംസ് ഒക്കെ നമുക്ക് ആ സ്പെസിഫിക് ഡാറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാ കേട്ടോ. ഇനി സ്റ്റാക്ക് എന്താന്ന് ഒന്ന് പറഞ്ഞുതരാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് വെച്ച ഐറ്റം ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഗ്രോസറി ഷോപ്പിലൊക്കെ പ്ലേറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ടോപ്പിൽ ഇരിക്കുന്ന പ്ലേറ്റ് ആയിരിക്കും എടുക്കുന്നത് അല്ലെ? അതായത് അതായിരിക്കും ലാസ്റ്റ് വെച്ചത്, പക്ഷെ ഫസ്റ്റ് എടുക്കുന്നത് ആ ഒരു പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മെയിൻലി ഈ സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഡു റീഡു ഒക്കെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ചെയ്യില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വേർഡിൽ ഒരു കാര്യം ചെയ്തു, എനിക്ക് അൺഡു ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ ബാക്ക് ട്രാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ടേംസ് ഒന്നും കേട്ടിട്ട് നിങ്ങളാരും അറിയാവേണ്ട, ഞാൻ പറയുന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഈ സ്പെസിഫിക് ആയിട്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ആയിട്ട് പോകുന്നതാണ്. പിന്നെ അടുത്ത വേറൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു ക്യൂ അല്ലെ? ക്യൂവിൽ എന്താന്ന് വെച്ചാൽ അതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതായത് ആരാണോ ആദ്യം വന്നത് അവർക്കാണ് ആദ്യം ടിക്കറ്റ് കിട്ടുന്നത് അല്ലെ? ലാസ്റ്റ് വന്ന ആൾക്ക് ലാസ്റ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ആ ക്യൂവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയാലോ അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ടാസ്ക് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ ക്യൂ വെച്ചിട്ടാണ്. പിന്നെ വെബ് സെർവറിൽ റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ക്യൂ വെച്ചിട്ടാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ ഓരോ കോച്ചിനെ നമ്മൾ ഓരോ നോഡായിട്ടാണ് പറയുന്നത്. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇവിടെ ഈച്ച് എലമെന്റ് നമ്മൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ ഈ ഓരോ കോച്ചിനെ നമുക്ക് ഓരോ നോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് എലമെന്റിനെ ആഡ് ആക്കാനും റിമൂവ് ആക്കാനൊക്കെ പറ്റും. റിമൂവിങ്ങും ആഡിങ് ഒക്കെ വളരെ ഈസിയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് പറഞ്ഞാൽ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എലമെന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. ആ ഒരു പ്രോബ്ലമാണ് ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ വീഡിയോയിൽ പഠിക്കുന്നുണ്ടാവും. പിന്നെ കോഡിങ്ങും നമ്മൾ ചെയ്യും. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ട്രീയും ഗ്രാഫും. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. അതിലൊരു റൂട്ട് ഉണ്ടാവും. അപ്പൊ ഈ കേസിൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണോ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ, അതാണ് റൂട്ട്. പിന്നെ ഇതൊക്കെ അതിന്റെ ചിൽഡ്രൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ സബ് ബ്രാഞ്ചസ് എന്നും പറയാം. മോസ്റ്റ്ലി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ, അതിൽ നമ്മളെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ ഈ ട്രീ എന്നുള്ള സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ്ലി നമ്മൾ പറഞ്ഞത് ഗ്രാഫ് ആണ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് കണക്ട്സ് വിത്ത് നോഡ്സ്. ഇതൊക്കെ ഓരോ നോഡ്സ് ആണ്. ഇതൊരു എഡ്ജ് ആണ്. ഇങ്ങനെ ഇപ്പൊ എനിക്ക് ഈ മേയറിന്റെ ഹൗസിൽ നിന്നും സിറ്റി ഹാൾ വരെ പോകണമെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ എത്താം അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ എത്താം. അപ്പൊ പല വഴികളിൽ കൂടി ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ എത്തുകയാണ് ചെയ്യണം. അപ്പൊ ഈ മാപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രാഫിന് ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ? അപ്പൊ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കില് സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ നമ്മൾ ഈ ഗ്രാഫ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മാപ്പിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനും നമ്മൾ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന് വെച്ചാൽ
ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീക്വൻഷ്യലി ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു അറേ, ക്യൂ, സ്റ്റാക്ക്, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അതിൽ തന്നെ ഫർദർ പിന്നെ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ അറേ ആണ്, അത് ഫിക്സ്ഡ് സൈസ് ആണ്. ഡൈനാമിക് മീൻസ് അത് ഫ്ലെക്സിബിൾ ആണ് അല്ലേ. അതിന് എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞ നോൺ ലീനിയർ എന്താന്ന് പറഞ്ഞു. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ട്രീ ഗ്രാഫ്, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ അല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ട്രീ മോഡൽ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ് സെഷൻ. ഒരുപാട് പേർ പേഴ്സണലി ലിങ്ക്ഡിൻ വഴിയും വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഏത് ലാംഗ്വേജ് ആണ് ഡേറ്റ സ്ട്രക്ചർ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പൈത്തൺ ആണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണേ. So that's it for today's video. Thank you for watching. Have a nice day.